സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ കൂടുതൽ കേസുകൾ എടുക്കാൻ പോലീസ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യും. 6 കേസുകൾ എറണാകുളത്തും ഒരെണ്ണം തിരുവനന്തപുരത്തുമായിരിക്കും. 4 താരങ്ങൾ അടക്കം 7 പേർക്കെതിരെയാണ് നടപടി ഉണ്ടാവുക. നടൻ സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, അപ്പോൾ കൂടുതൽ കേസുകൾ വരുന്നു. നാളെ യുവനടിയുടെ രഹസ്യമൊഴി എടുക്കാനും പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴി രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് രേഖപ്പെടുത്തിയത്. മ്യൂസിയം സ്റ്റേഷനിലെ വനിതാ SI ആയിരുന്നു മൊഴിയെടുത്തത്. ഇതിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് പോലീസിനോട് യുവനടി നടത്തിയത്. സിദ്ദിഖ് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു ഈ മൊഴിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് യുവനടിയുടെ വൈദ്യപരിശോധന നടത്തി നാളെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റാകും രഹസ്യമൊഴി എടുക്കുക. കൂടാതെ ഈ പീഡനം നടന്നത് 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചെന്നായിരുന്നു യുവതിയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിനോട് ഈ സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പ്രധാനമായി ഈ സിദ്ദിഖ് അവിടെ മുറിയെടുത്തിട്ടുണ്ടോ, അന്നേ ദിവസം മുറിയെടുത്തിട്ടുണ്ടോ, ആ മുറിയെടുത്ത ദിവസം തന്നെ ഈ യുവനടി അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടത്. യുവനടിയുടെ വെളിപ്പെടുത്തലനുസരിച്ച് ഈ നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കാണാനായി ഈ നടിയും മാതാപിതാക്കളും എത്തിയിരുന്നു. അപ്പോഴായിരുന്നു സിദ്ദിഖ് കണ്ട് മസ്കറ്റ് ഹോട്ടലിലേക്ക് ഒരു സിനിമ ഡിസ്കഷന് വേണ്ടി എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവനടി ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയായിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തത്. ആ കേസിൽ ബലാത്സംഗ കുറ്റമടക്കം പ്രധാനപ്പെട്ട വകുപ്പുകളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുക. ഇന്ന് രാവിലെ കൊച്ചിയിലും പ്രത്യേക അന്വേഷണ സംഘം DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടുത്തെ ഒരു നടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ നടി 7 പേർക്കെതിരെയായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇമെയിൽ മുഖേന DGPക്കായിരുന്നു പരാതി നൽകിയത്. ഇതിൽ നടൻ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അതേപോലെ കോൺഗ്രസ് ലോയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു പരാതി നൽകിയത്. ഇതിൽ 6 സംഭവം കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നത്. ഒരു സംഭവം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു. അത് ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജയസൂര്യ മോശമായി പെരുമാറിയെന്നായിരുന്നു ഈ നടിയുടെ ആരോപണം. ഈ സംഭവത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലായിരിക്കും കേസ് എടുക്കുക. ബാക്കി എല്ലാ കേസും കൊച്ചിയിലായിരിക്കും എടുക്കുക. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പരാതികളിൽ കൂടുതൽ കേസുകൾ വരികയാണ്.